ഹലോ ഗൈസ്, നമ്മുടെ ഓഫീസിലെ ശംഭുവിന്റെ ലാസ്റ്റ് ഡേ ആണ്. പക്ഷേ ഓനല്ല ചെലവ് ചെയ്യുന്നത്, വേറൊരു ചേച്ചിന്റെ ബർത്ത്ഡേ. ആ ചേച്ചിയാണ് ചെലവ് ചെയ്യുന്നത്. പക്ഷെ അവനെ അറിയില്ല ഇത്. നമുക്ക് എന്തായാലും അവന്റെ റിയാക്ഷൻ എന്ന് നോക്കാം. 10-20 പേരുള്ളത് കാരണം ശംഭുവിന് നല്ല ടെൻഷനുണ്ട്. ഇവന്മാർ എത്രത്തോളം ഫുഡ് അടിക്കുന്നു യാതൊരു പിടിയുമില്ല. പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല ടെൻഷനാണ്. അപ്പോൾ എല്ലാരും കൂടി ഒരു മണിയാകുമ്പോ കാക്കനാട് താൽ കിച്ചണിലേക്ക് റൂമിലേക്ക് ചെന്നിട്ട് ക്രെഡിറ്റ് ബിന്ന് ലോൺ എടുത്താലോ എന്ന് വരെ ശംഭു ചിന്തിച്ചു പോയി കാണും. സത്യത്തിൽ അവൻ അറിയത്തില്ലല്ലോ റോസി ചേച്ചിയുടെ ബർത്ത്ഡേ ചെലവാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നതെന്ന്. നമ്മളെല്ലാരും നല്ല കനത്തിൽ മസാല ഷവായി അങ്ങ് ഓർഡർ ചെയ്തു. ശംഭുവിന്റെ നെഞ്ച് ഒരു നിമിഷം തകർന്നു പോയി ഗൈസ്. എല്ലാരും കൂടി ശംഭുവിനെ മാനസികമായി തളർത്താൻ ശ്രമിച്ചു. ശംഭു വിടുവോ? ലൂസിഫറിലെ ബോബി ഫണ്ട് വരും എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെ ശംഭു നിന്നു. എല്ലാരും കാത്തിരുന്ന ഫുഡ് വന്നു. ഫുഡ് വന്നപ്പോ ശംഭുവിന് കുറച്ച് സമാധാനമായി. ഫുഡ് കഴിക്കാലോ എന്നുള്ളൊരു സമാധാനം. അങ്ങനെ റോസി ചേച്ചി ആ ഒരു സസ്പെൻസ് ശംഭുവിനോട് പറഞ്ഞു. ശംഭു കേട്ട് ഞെട്ടി പ്രാർത്ഥിച്ചു, ശംഭു ദൈവമുണ്ട്. അങ്ങനെ ശംഭുക്ക് നല്ല സന്തോഷായി. എല്ലാരും കൂടി ഫുഡൊക്കെ അടിച്ച് നമ്മൾ നേരെ ഓഫീസിലേക്ക്. ഇന്നത്തെ ഡേ അങ്ങനെ പോയി. അപ്പൊ ഓക്കെ, ബൈ.